വേദങ്ങൾ വേദങ്ങൾ ആരിൽ നിന്നാണ് ഉത്ഭവിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം. ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്ന്. നമ്മൾ ഭഗവത്ഗീത 3-ാം അധ്യായം 14-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തു. ഇന്ന് 15-ാമത്തെ ശ്ലോകത്തിലോട്ട് കിടക്കാം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരാ സമുദ്ഭവം തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞോ പ്രതിഷ്ഠിതം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉദ്ഭവിച്ചതാണ് വേദങ്ങൾ. ആരാണ് പരമദിവ്യോത്തമ പുരുഷൻ? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞ കർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. അതായത് അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത എവിടെയാണ് കുടികൊള്ളുന്നത്? യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം. എവിടെ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം. വേദങ്ങൾ പരബ്രഹ്മത്തിൻ്റെ എവിടെ നിന്ന്? പരബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്വസനത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഭഗവാനായി ചെയ്യുന്ന യജ്ഞങ്ങളിൽ പരബ്രഹ്മം എപ്പോഴും നിലകൊള്ളുന്നു. അപ്പം എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടതും വേദങ്ങൾ അറിയുന്നതുമെല്ലാം ഭഗവാനെ കുറിച്ചാണ് എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. വേദങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ശ്വസനമാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നത് പോലെ 4 വേദങ്ങളും ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നാണ് ഉണ്ടായത്. ഭഗവാൻ സർവശക്തനായതിനാൽ അവിടുത്തേക്ക് ശ്വസനത്തിലൂടെ സംസാരിക്കാനും കണ്ണുകൾ കൊണ്ട് പ്രകൃതിയെ ഗർഭം ധരിക്കാനും കഴിയും എന്നാണ് പറയുന്നത്. അപ്പം വേദം എന്ന് പറയുന്നത് ഒരു റൂളാണ് അല്ലേ? ഇപ്പോൾ ഒരു നിയമ സംവിധാനം എന്ന് പറയുന്നത് നിയമ ബുക്കാണ്, ഒരു റൂൾ ബുക്കാണ്. അപ്പം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ കുറ്റവാളികളാകും. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ നിയമ പുസ്തകമാണ് വേദങ്ങൾ. അപ്പം വേദവിധിപ്രകാരം ചെയ്യുന്ന അല്ലെങ്കിൽ വേദവിധിപ്രകാരം ചെയ്യുന്നതിനെ കർമ്മ എന്നും. എന്താണ് കർമ്മ എന്ന് പറയുന്നത്? വേദവിധിപ്രകാരം ചെയ്യുന്നതിനെ കർമ്മ എന്നും അതിനെതിരായി ചെയ്യുന്നതിനെ വികർമ്മ എന്നും പറയുന്നു. വികർമ്മങ്ങൾ എന്ത് ചെയ്യും? നമ്മെ പാപബന്ധനത്തിലാക്കും. അപ്പം ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾക്ക് നമ്മൾ ഇതിനെന്താ മനസ്സിലാക്കേണ്ടത്? വേദങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ വേദം എന്ന് പറയുന്നത് അറിവാണ്, അല്ലെങ്കിൽ ഒരു റൂൾ ബുക്കാണ്. അപ്പം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ കുറ്റവാളികളാകും. അപ്പം അതുപോലെ പ്രപഞ്ചത്തിന്റെ നിയമപുസ്തകമാണ് വേദങ്ങൾ. അപ്പം വേദവിധി പ്രകാരം ചെയ്യുന്നതിനെ കർമ്മ എന്ന് പറയും. പിന്നെയോ അതിനെതിരെ ചെയ്യുന്നതിനെ വികർമ്മ എന്നും പറയും. അപ്പം ആ വികർമ്മങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മെ പാപബന്ധനത്തിലാക്കും. ഭൗതിക ലോകത്തിലെ ജീവജാലങ്ങൾക്ക് ഇന്ദ്രിയ സുഖങ്ങളോട് വലിയ ആർത്തി ഉണ്ടാകും. അപ്പം വേദങ്ങൾ ഈ ആഗ്രഹങ്ങളെ പെട്ടെന്ന് തടയുന്നില്ല. പകരം എന്ത് ചെയ്യും? അവയെ നിയന്ത്രിതമായ രീതിയിൽ ആസ്വദിക്കാനും അതിലൂടെ ക്രമേണ ഹൃദയം ശുദ്ധീകരിച്ച് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങാനുമുള്ള വഴി കാണിച്ചു തരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. അപ്പം വേദങ്ങളിലെ കഠിനമായ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിയാത്തവർക്ക് പോലും കൃഷ്ണാവബോധം സ്വീകരിച്ചാൽ വേദങ്ങളിലെ എല്ലാ യജ്ഞങ്ങളുടെയും ഫലം ഒന്നിച്ചു ലഭിക്കും. കണ്ടില്ലേ? അപ്പം വേദങ്ങളിലെ എല്ലാ യജ്ഞങ്ങളുടെയും ഫലം ഒന്നിച്ച് എങ്ങനെയാണ് ലഭിക്കുക? വേദങ്ങളിലെ കഠിനമായ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിയാത്തവർക്ക് പോലും കൃഷ്ണാവബോധം സ്വീകരിച്ചാൽ വേദങ്ങളിലെ എല്ലാ യജ്ഞങ്ങളും അല്ലെങ്കിൽ എല്ലാ യജ്ഞങ്ങളുടെയും ഫലം ഒന്നിച്ച് ലഭിക്കും. വേദങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്നും
കൃഷ്ണാവബോധം എങ്ങനെയാണ് എല്ലാ നിയമങ്ങൾക്കും മുകളിലാകുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ കഥയും കൂടി പറഞ്ഞു തരാം. പണ്ടൊരിക്കൽ ഒരു വിദേശി വളരെ വലിയതും സമ്പന്നവുമായ ഒരു രാജ്യത്ത് എത്തിച്ചേർന്നു. ആ രാജ്യത്തെ രാജാവ് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമായി കഠിനമായിട്ടുള്ള ചില നിയമങ്ങളടങ്ങിയ ഒരു ഭരണഘടന നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ്? വണ്ടി എങ്ങനെ ഓടിക്കണം, എങ്ങനെ വ്യാപാരം നടത്തണം, അല്ലെ, നികുതി എങ്ങനെ അടയ്ക്കണം എന്നെല്ലാം അതിൽ കൃത്യമായി എഴുതി വെച്ചിരുന്നു. ഈ വിദേശിക്ക് ആ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അവൻ തൻ്റെ ഇഷ്ടമനുസരിച്ച് വണ്ടി തെറ്റായ ദിശയിൽ ഓടിക്കുകയും അനുവാദമില്ലാത്ത സ്ഥലങ്ങളിൽ കച്ചവടം നടത്തുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും രാജാവിൻ്റെ ഭടന്മാർ അവനെ പിടികൂടി വലിയൊരു തുക പിഴ ചുമത്തുകയുണ്ടായി. അവൻ വിചാരിക്കും, ഞാൻ അറിയാതെ ചെയ്തതാണല്ലോ, എന്നിട്ടും ഈ രാജാവ് എന്നെ ശിക്ഷിച്ചല്ലോ. ഇപ്പൊ രാജാവിൻ്റെ മന്ത്രി അവനോട് പറയും, നിയമം അറിയില്ല എന്നത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമല്ല. നീ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? രാജാവിൻ്റെ ശ്വാസം പോലെ ഈ നിയമപുസ്തകം വായിച്ച് അതനുസരിച്ച് എന്ത് വേണം? നിയമിക്കണം, അല്ലേ? ആ പവിത്രമായിട്ടുള്ള നിയമപുസ്തകം വായിച്ച് അനുസരിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ നീ ഇവിടെ വികർമ്മി അല്ലെങ്കിൽ കുറ്റവാളിയായി ജയിലിലാകും. അപ്പം ആ നിയമങ്ങൾ അത്രയും പഠിക്കാൻ വേണ്ടിയിട്ട് ആ വിദേശിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ ആ രാജ്യത്തെ രാജകുമാരനുമായിട്ട്, രാജാവിൻ്റെ പ്രിയപുത്രനുമായിട്ട് സൗഹൃദത്തിലായി. രാജകുമാരൻ അവനെ വളരെ ഇഷ്ടപ്പെട്ടു. രാജകുമാരൻ അവനെ എവിടെ കൊണ്ടുപോകും? കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. രാജാവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പൊ രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു, പിതാവേ, ഇവൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഇവൻ എപ്പോഴും എന്നോടൊപ്പമാണ് കഴിയുന്നത്, ഇവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറയും, മകനെ, നിന്റെ സുഹൃത്താണെങ്കിൽ ഇവൻ ഇനി ഈ രാജ്യത്തെ നിയമങ്ങൾ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. നിന്നെ സ്നേഹിക്കുന്നതിലൂടെയും നിന്റെ വാക്ക് കേൾക്കുന്നതിലൂടെ ഇവൻ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും തനിയെ പാലിച്ചവനായിട്ട് മാറുന്നു. ഇവന് ഇനി യാതൊരു ശിക്ഷയുമില്ല. അപ്പം ഈ കഥയിലെ രാജാവിൻ്റെ നിയമപുസ്തകമാണ് ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നുണ്ടായ വേദങ്ങൾ. നമ്മൾ വേദവിധികൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ വികർമ്മം ചെയ്താൽ പ്രകൃതി നിയമങ്ങളാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. അത് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ, അത് 100% ഉറപ്പാണ്, നമ്മൾ ശിക്ഷിക്കപ്പെടും. എന്നാൽ ഈ കഥയിലെ വിദേശി രാജകുമാരൻ്റെ രാജകുമാരൻ്റെ സുഹൃത്തായതുപോലെ നമ്മൾ ഭഗവാൻ കൃഷ്ണനുമായിട്ട് നേരിട്ട് ബന്ധത്തിലാവുകയും കൃഷ്ണാവബോധം സ്വീകരിക്കുകയും ചെയ്താൽ വേദങ്ങളിലെ എല്ലാ കഠിനമായ യജ്ഞങ്ങളും നിയമങ്ങളും നമ്മൾ തനിയെ പാലിച്ചവരായിട്ട് മാറും. അതായത് ശരിയായ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു ആചാര്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ആ രാജാവിനെ പോലെ ഭഗവാനും നമ്മുടെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനാക്കും. അപ്പൊ വേദങ്ങളിലെ എല്ലാ കഠിനമായ യജ്ഞങ്ങളും നിയമങ്ങളും നമ്മൾ തനിയെ പാലിച്ചവരായിട്ട് മാറും. കൃഷ്ണാവബോധം വഴി നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ നശിക്കുകയും നമ്മൾ സുരക്ഷിതമായിട്ട് എവിടെയാണ്? ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യും. അതാണ് കൃഷ്ണാവബോധത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത്. 16ാമത്തെ ശ്ലോകം, ഏവം പ്രവർത്തികം ചക്രം നാനുവർത്തയദീഹയ അഘായൂരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവസി. മോഹം പാർത്ഥ സജീവതി. പ്രിയപ്പെട്ട അർജുന, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ ആഘായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി. പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്.
ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം എന്താണ്? ഫലമില്ലാത്തതാണ്. ആത്മീയതയിൽ ഒരു ശകലം പോലും മുന്നേറാതെ ആഗ്രഹമില്ലാത്തവരുടെ ജീവിതം എന്താണ്? ആഗ്രഹം ഫലമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ നിശ്ചയിക്കപ്പെട്ട ഈ പ്രപഞ്ച ചക്രത്തെ അല്ലെങ്കിൽ ഈ യജ്ഞചക്രത്തെ അനുസരിക്കാത്തവൻ എന്താണ്? ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം മുഴുകി പാപപൂർണമായ ജീവിതം നയിക്കുന്നവനാണ്. അവന്റെ ജീവിതം എന്ത്? തികച്ചും വ്യർത്ഥമാണ്. അപ്പം രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുക, പണമുണ്ടാക്കുക, ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കുക എന്ന ഭൗതിക ചിന്താഗതിയെ ഭഗവാൻ എന്ത്? ശക്തമായിട്ട് എതിർക്കുന്നു. യജ്ഞചക്രം പാലിക്കാതെ സ്വന്തം സുഖം മാത്രം നോക്കുന്നവന്റെ ജീവിതം എന്ത്? വളരെ അപകടം നിറഞ്ഞതാണ്. ഇവിടെയാണ് നമ്മൾ മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കേണ്ടത്, അല്ലേ? പ്രകൃതി നിയമപ്രകാരം എന്ത്? മനുഷ്യ ജന്മം ലഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മൃഗങ്ങളെ പോലെ ആഹാര, നിദ്ര, ഭയമൈഥുനങ്ങളിൽ മാത്രം മുഴുകാനല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മസാക്ഷാത്കാരത്തിനാണ് എന്ത്? ഈ ഒരു മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത്. അതിനായിട്ട് എന്ത് വേണം? കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നീ വഴികളുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനെന്താണ് ചെയ്യേണ്ട പ്രക്രിയ? ഇന്ദ്രിയ സുഖങ്ങളോട് ആഗ്രഹമുള്ളവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനും പിന്നെയോ അതേ സമയം തന്നെ കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങാതിരിക്കാനുമാണ് എന്ത്? ഈ വേദങ്ങളിൽ എന്ത് നിശ്ചയിച്ചിരിക്കുന്നത്? യജ്ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന യജ്ഞങ്ങൾ പോലും. അപ്പൊ ഇതെന്താണ്? അവരെ പതുക്കെ പതുക്കെ ശുദ്ധീകരിക്കും. നമ്മളറിയാം, നമ്മൾ പലവിധ യജ്ഞങ്ങളും ചെയ്യുന്നുണ്ട്, അല്ലെ? ക്ഷേത്രങ്ങളിലായാലും അല്ലാതെയും ഒക്കെ തന്നെ. ഇതെല്ലാം നമ്മളെ പതിയെ പതിയെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയകളാണ്. പക്ഷെ ഇതെല്ലാം ഇത് ചെയ്തത് കൊണ്ട് മാത്രം എന്താവില്ല? നമുക്ക് മോക്ഷം കിട്ടില്ല. അങ്ങനെ നമ്മൾ പതിയെ എന്ത് വേണം? ഒരു സംഗതി തുടങ്ങിയതിന് ശേഷം അത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്താ? അത് നടക്കില്ല. എന്ത് വേണം? അതിങ്ങനെ തുടർന്ന് അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. പക്ഷേ കൃഷ്ണാവബോധത്തിൽ വന്നാലോ, ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാലോ ഇതിൻ്റെ ഒന്നിൻ്റെ വേറെ ഒരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ലോകത്തിന്റെ ഐശ്വര്യം നമ്മുടെ മാത്രം പരിശ്രമം കൊണ്ടല്ല, ഭഗവാന്റെ ക്രമീകരണങ്ങൾ കൊണ്ടാണെന്ത്? അത് ലോകത്തിന്റെ ഐശ്വര്യം ഉണ്ടാകുന്നത്. യജ്ഞങ്ങൾ ചെയ്യുന്നത് വഴി ഒരാൾ വെറും ഒരു ധാർമ്മിക ജീവിയായി മാത്രം ഒതുങ്ങി നിൽക്കരുത്. പിന്നെയോ ധാർമ്മികത നല്ലതാണെങ്കിലും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താവണം? ഭഗവാനോട് പ്രേമമുള്ളവരായി മാറുക അഥവാ കൃഷ്ണാവബോധം നേടുക എന്നുള്ളതാണ്. അത് ലോകത്തിന്റെ ഐശ്വര്യം നമ്മുടെ മാത്രം പരിശ്രമം കൊണ്ടല്ല, പിന്നെയോ ഭഗവാന്റെ ക്രമീകരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. യജ്ഞങ്ങൾ ചെയ്യുന്നത് വഴി ഒരാൾ വെറും ഒരു ധാർമ്മിക ജീവിയായി ഒതുങ്ങി നിൽക്കരുത്. ധാർമ്മികത നല്ലതാണെങ്കിലും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഭഗവാനോട് പ്രേമമുള്ളവരായി മാറുക അഥവാ കൃഷ്ണാവബോധം നേടുക എന്നുള്ളതാണ്. ധാർമ്മികത എന്താണ്? നല്ലതാണ്, ശരിയാണ്. പക്ഷെ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ത്? ഭഗവാനോട് പ്രേമമുള്ളവരായി മാറുക അഥവാ കൃഷ്ണാവബോധം നേടുക എന്നുള്ളതാണ്. ഒരിക്കലൊരു വലിയ ആഡംബര കപ്പൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആ കപ്പലിലെ യാത്രക്കാർക്ക് എന്താണ്? സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, എന്തൊക്കെ? നല്ല ആഹാരം, വെളിച്ചം, AC, അല്ലേ, വിനോദങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ആ കപ്പലിനകത്ത്. അപ്പൊ ഈ സൗകര്യങ്ങളെല്ലാം കപ്പലിന്റെ താഴെത്തട്ടിലുള്ള ഒരു വലിയ എഞ്ചിനും പിന്നെ അത് പ്രവർത്തിപ്പിക്കുന്ന ജീവനക്കാരും കാരണമാണെന്ത്? അത് ലഭിച്ചുകൊണ്ടിരുന്നത്. അതായത് ആ കപ്പലിലെ ക്യാപ്റ്റനും മറ്റുള്ളവരും കാരണം. അപ്പം ആ കപ്പലിൽ ഭൗതികവാദിയായ ഒരു വലിയ ധനികനായിട്ടുള്ള യാത്രക്കാരൻ ഉണ്ടായിരുന്നു. അവൻ എന്താണ് വിചാരിച്ചത്? ഞാൻ വലിയ തുക കൊടുത്താണെന്ത് ഈ കപ്പലിൽ കയറിയത്, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. ഈ കപ്പൽ എങ്ങനെ ഓടുന്നു എന്ന് നോക്കേണ്ട കാര്യം എനിക്കില്ല. അവൻ എപ്പോഴും
കഴിച്ച് കുടിച്ച് സുഖിച്ച് അതിനകത്ത് കഴിയുകയും ചെയ്തു. അപ്പോൾ കപ്പലിലെ ചില പ്രധാന നിയമങ്ങൾ ഉണ്ടായിരുന്നത് യാത്രക്കാർ അവരുടെ മുറിയിലെ വെള്ളവും വെളിച്ചവും അനാവശ്യമായി ഉപയോഗം ചെയ്യരുത്, അല്ലെങ്കിൽ പാഴാക്കരുത്. കാരണം എന്ത്? അത് എഞ്ചിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കും. എന്നാൽ ഈ ധനികൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ എന്ത് ചെയ്യും? പൈപ്പുകൾ തുറന്നിടും, AC പരമാവധി കൂട്ടിയിടും. അപ്പോൾ കപ്പലിലെ ജീവനക്കാരെ എല്ലാം അദ്ദേഹം പരിഹസിക്കുകയും ഉണ്ടായി. മറ്റു യാത്രക്കാരെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് സുഹൃത്തെ, നമ്മൾ ഈ കപ്പലിലെ നിയമങ്ങൾ പാലിക്കണം. ക്യാപ്റ്റൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ കപ്പൽ അപകടത്തിലാകും. എന്നാൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ കഠിനമായി പണിയെടുത്താണെന്ത് ഈ പണം ഉണ്ടാക്കിയത്. എൻ്റെ പണം കൊണ്ട് ഞാൻ സുഖിക്കും. നിങ്ങളുടെ നിയമങ്ങൾ എനിക്കെന്താണ്? ബാധകമല്ല. യാത്രക്കാരൻ്റെ നന്ദികേടും നിയമലംഘനവും കാരണം കപ്പലിലെ വിഭവങ്ങളിൽ കുറവുണ്ടാകും. എഞ്ചിനിൽ അമിത ഭാരം വരികയും കപ്പലിൻ്റെ നടുവിൽ വെച്ചെന്ത് കപ്പല് കടലിൻ്റെ നടുവിൽ വെച്ചിട്ട് കേടാവുകയും ചെയ്യും. വെളിച്ചവും AC-യും എല്ലാം നിൽക്കും. കപ്പൽ മുങ്ങാനും തുടങ്ങും. അപ്പോൾ മാത്രമാണ് ആ ധനികന് മനസ്സിലായതെന്ത്? തൻ്റെ പണവും കഠിനാധ്വാനവും മാത്രം കൊണ്ട് തനിക്ക് കടലിൽ ജീവിക്കാൻ കഴിയില്ല. മറിച്ച് കപ്പലിലെ എഞ്ചിനോടും അതിൻ്റെ ക്യാപ്റ്റനോടും സഹകരിച്ചാൽ, അല്ലേ, ആ ഒരു യജ്ഞചക്രം പാലിച്ചാൽ മാത്രമേ സ്വന്തം ജീവൻ പോലും നിലനിർത്താൻ കഴിയുമെന്ന് ആ യാത്രക്കാരൻ തിരിച്ചറിയും. എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോകും, അല്ലേ, കപ്പൽ മുങ്ങിപ്പോകും. ആ തിരിച്ചറിവുണ്ടാവുന്ന സമയമാകുമ്പോഴത്തേക്കും. അതേപോലെയാണ് നമ്മുടെയും അവസ്ഥ. ഈ കഥയിലെ ആഡംബര കപ്പൽ നമ്മുടെ ഈ പ്രപഞ്ചം. ആ കപ്പലിലെ എഞ്ചിനും ജീവനക്കാരും ആരാണ്? ദേവന്മാരും. ക്യാപ്റ്റൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനും. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കിയാലും പ്രകൃതിയിലെ വായുവും വെള്ളവും വെളിച്ചവും തരുന്ന ഭഗവാന്റെ നിയമങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താവും? അപകടത്തിലാകും. ശരിയല്ലേ? അത് എന്താണ്? നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കിയാലും പ്രകൃതിയിലെ വായുവും വെള്ളവും വെളിച്ചവും തരുന്ന, അല്ലേ, ആ ഭഗവാന്റെ നിയമങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താകും? അപകടത്തിലാകും. അപ്പം വെറും ധാർമ്മിക നിയമങ്ങൾ മാത്രം പാലിച്ച് ജീവിച്ചാൽ പോരാ. മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ കൃഷ്ണനെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഭക്തിയിലേക്ക് ഉയരുമ്പോഴാണ് മനുഷ്യജന്മം സഫലമാകുന്നത്. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഒരു മനുഷ്യജന്മം സഫലമാകണമെങ്കിൽ എന്ത് വേണം? വെറും ധാർമ്മിക നിയമങ്ങൾ മാത്രം പാലിച്ച് ജീവിച്ചാൽ പോരാ. പിന്നെയോ ഈ പ്രപഞ്ചത്തിലെ നാഥനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഭക്തിയിലേക്ക്, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് ഉയരുമ്പോഴാണ് ഒരു മനുഷ്യജന്മം സഫലമാകുന്നത്. ഇനി 17-ാമത്തെ ശ്ലോകം. 17-ാമത്തെ ശ്ലോകം മുതൽ 35-ാമത്തെ ശ്ലോകം വരെ എന്താണ്? ലോകസംഗ്രഹം, അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം. എന്താണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനികൾക്കോ ഭഗവാനോ ഈ ലോകത്തിൽ പ്രത്യേകമായി ഒന്നും തന്നെ നേടാനില്ല. അവർക്ക് കടമകളില്ല. എങ്കിലും അവർ സമൂഹത്തിന് മാതൃകയാവാൻ വേണ്ടി തങ്ങളുടെ കടമകൾ കൃത്യമായി ചെയ്ത് കാണിക്കണം. സ്വന്തം സ്വഭാവത്തിനനുസരിച്ചുള്ള കടമകൾ, സ്വധർമ്മം എത്ര കുറവുള്ളതാണെങ്കിലും മറ്റുള്ളവരുടെ ധർമ്മം അനുകരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ 17-ാമത്തെ ശ്ലോകം മുതൽ 35-ാമത്തെ ശ്ലോകം വരെ. ഇപ്പം നമ്മൾ 17-ാമത്തെ ശ്ലോകം. യസ്ത്വാത്മരതിരേവ സ്യാദ ആത്മതൃപ്ത ച മാനവ ആത്മന്യേവാ ച സന്തുഷ്ട തസ്യാ കാര്യം ന വിദ്യതേ
മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവൻ എന്താണില്ല? കർത്തവ്യങ്ങളൊന്നുമില്ല, അവനൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ആർക്കാണ്? മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും, മനുഷ്യജീവിതം എന്ന് പറയുന്നത് കൃഷ്ണാബോധം, അല്ലെങ്കിൽ തിരിച്ച് മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പിന്നെയോ ആത്മാരാമനായി വർത്തിക്കുകയും പിന്നെയോ ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവൻ കർത്തവ്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ ശരീരമില്ല, ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവൻ എന്തില്ല? വേറെ കർത്തവ്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതായത് വേറെ ഒരു യജ്ഞങ്ങളോ വേറെ ഒരു ആരാധനകളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം പൂർണ്ണമായും കൃഷ്ണാവബോധമുള്ള ഒരു ശുദ്ധ ഭക്തന് ഈ ലോകത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട കടമകളോ വേദവിധികളോ ഒന്നും അവശേഷിക്കുന്നില്ല. കാരണം വേദങ്ങൾ അനുശാസിക്കുന്ന, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് വേദങ്ങൾ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടല്ലേ? വേദേഷു സർവേർ അഹമേവ്യ വേദോ വേദാന്തകൃത് വേദവിദേഹചാഹം. അപ്പം വേദങ്ങളിലൂടെ അറിയേണ്ടത് ആരെയാണ്? എന്നെ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം പൂർണ്ണമായി കൃഷ്ണാവബോധമുള്ള ഒരു ഭക്തന്, ശുദ്ധ ഭക്തന് ഈ ലോകത്തില് പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കടമകളോ പിന്നെയോ വേദവിധികളോ അവശേഷിക്കുന്നില്ല. കാരണം വേദങ്ങൾ അനുശാസിക്കുന്ന എല്ലാ യജ്ഞങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഭഗവാനിലേക്ക് എത്തുക എന്നതാണ്. അപ്പം ഭഗവാനിൽ എത്തിക്കഴിഞ്ഞ ഒരാൾക്ക് പിന്നീട് ആ നിയമങ്ങളുടെ ആവശ്യമില്ല. അപ്പം ക്ഷണനേരം കൊണ്ട് നമുക്ക് ആ ശുദ്ധി ലഭിക്കും. അപ്പം 10,000-കണക്കിന് യജ്ഞങ്ങൾ കഠിനമായി ചെയ്താൽ ലഭിക്കുന്ന ഹൃദയശുദ്ധി കൃഷ്ണാവബോധത്തിലൂടെ ഒരു വ്യക്തിക്ക് തൽക്ഷണം ലഭിക്കുന്നു. ഉള്ളിലെ എല്ലാ പാപചിന്തകളും ആ കൃഷ്ണാവബോധം കഴുകിക്കളയപ്പെടുന്നു. എല്ലാ പാപചിന്തകളും ആ കൃഷ്ണാവബോധത്തിലൂടെ ആ കഴുകിക്കളയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഭക്തന് ഭഗവാന്റെ കാരുണ്യത്താൽ തൻ്റെ ശാശ്വതമായ സ്ഥാനം എന്തെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകും. അപ്പം കൃഷ്ണാവബോധത്തിന്റെ പരമാനന്ദം രുചിച്ച ഒരു വ്യക്തിക്ക് കൃഷ്ണാവബോധം എന്ന് പറയുമ്പം എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണ്. പിന്നെയോ ഞാൻ ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മാവാണ്, കൃഷ്ണന്റെ അംശമായിട്ടുള്ള ആത്മാവാണ്. അതിലുപരി പിന്നെന്താണ്? ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്, ഭഗവാന്റെ സേവകനാണ്. എൻ്റെ രാജ്യം അല്ലെങ്കിൽ എൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് ഭഗവാനോടൊപ്പം എവിടെ? ഗോലോക വൃന്ദാവനത്തിലാണ്. എനിക്കവിടെ തിരിച്ചു പോകണം. ഞാൻ അവിടെ കുറ്റം ചെയ്തതുകൊണ്ട് ഇവിടെ എനിക്ക് ജനിക്കേണ്ടി വന്നത്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോയാലേ എൻ്റെ സുഖവും ദുഃഖവും എൻ്റെ ജനനവും മരണവും ഒക്കെ എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റൂ. അതിനെന്ത് വേണം? കൃഷ്ണനെ സ്മരിക്കണം എപ്പോഴും. നവവിധ ഭക്തിയിൽ ഏതെങ്കിലും ഒന്നിലായാലും മതി. അപ്പം അങ്ങനെ കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴാണോ ഈ ഒരു ചിന്ത വരുന്ന ആ സമയം തന്നെ എത്ര വലിയ യജ്ഞങ്ങൾ ചെയ്താലും ഉണ്ടാവുന്ന ഫലം, ആ ഒരു ഹൃദയശുദ്ധി ഇതിലൂടെ ലഭിക്കും? കൃഷ്ണാവബോധത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കും. അതിലൂടെ എല്ലാ പാപചിന്തകളും കഴുകിക്കളയപ്പെടും. അങ്ങനെയുള്ള ഭക്തന് ഭഗവാന്റെ കാരുണ്യത്താൽ തൻ്റെ ശാശ്വതമായ സ്ഥാനം എന്തെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകും. കൃഷ്ണാവബോധത്തിന്റെ പരമാനന്ദം രുചിച്ച ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ ഇന്ദ്രിയ സുഖങ്ങളായിട്ടുള്ള മദ്യവും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും മദിരാക്ഷിയും തുടങ്ങിയ താൽക്കാലിക ഭ്രമങ്ങളോട് സ്വാഭാവികമായും യാതൊരു താല്പര്യവും ഉണ്ടാവുകയില്ല. കാരണം അയാൾക്ക് അതിനേക്കാൾ ഉയർന്ന ആത്മീയ ആനന്ദം ലഭിച്ചു കഴിഞ്ഞു. ഇതിലൂടെ കൃഷ്ണാവബോധത്തിലൂടെ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വേദ നിയമങ്ങൾക്കും കടമകൾക്കും അപ്പുറം
ആത്മസംതൃപ്തി നേടിയ ഒരു വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ വ്യാസപുത്രനായിട്ടുള്ള ശുകദേവ മഹർഷിയുടെ ജീവിതത്തിലെ ഒരു കഥ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ കഥ നമ്മളെ സഹായിക്കും. വ്യാസഭഗവാന്റെ മകനായിട്ടുള്ള ശുകദേവ ഗോസ്വാമി ജനിച്ചപ്പോൾ തന്നെ പൂർണ്ണ കൃഷ്ണാവബോധമുള്ളവനായിരുന്നു. ലൗകികമായിട്ടുള്ള യാതൊരു മോഹങ്ങളും അദ്ദേഹത്തെ സ്പർശിച്ചിരുന്നില്ല. വസ്ത്രം ധരിക്കണമെന്ന ചിന്ത പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. വേദങ്ങളിലെ യാതൊരു കർമ്മകാണ്ഡങ്ങളും അദ്ദേഹത്തിന് ബാധകമായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹം അത്രമേൽ ആത്മതൃപ്തനായിരുന്നു. മകന്റെ ഈ പരമഹംസാവസ്ഥ കണ്ട് വ്യാസഭഗവാൻ അവനെ കൂടുതൽ ജ്ഞാനം നേടാനായി എവിടേക്കും മിഥിലയിലെ രാജർഷിയായിട്ടുള്ള ജനക മഹാരാജാവിൻ്റെ അടുത്തേക്ക് അയക്കും. ശുകദേവൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ ജനക രാജാവ് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സാധാരണ ഒരു സന്യാസി വരുമ്പോൾ നൽകുന്ന സ്വീകരണങ്ങൾക്ക് പകരം രാജാവ് ശുകദേവൻ ചെയ്യും? ദിവസങ്ങളോളം കൊട്ടാരത്തിൻ്റെ പടിവാതിക്കൽ തന്നെ ഇരുത്തി. ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയോ ആഹാരം നൽകുകയോ ചെയ്തില്ല. എന്നാൽ ശുകദേവന് അതിലൊട്ടും വിഷമമോ ദേഷ്യമോ തോന്നിയില്ല. അദ്ദേഹം തൻ്റെ ഉള്ളിലെ കൃഷ്ണ ചിന്തയിൽ തന്നെ ആനന്ദിച്ചു കഴിഞ്ഞു. തുടർന്ന് രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലെ ഏറ്റവും ആഡംബരപൂർണമായ അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സുഗന്ധദ്രവ്യങ്ങളും അതിമനോഹരമായ ആഹാരപാനീയങ്ങളും പിന്നെയോ നർത്തകിമാരും ഉണ്ടായിരുന്നു. എന്നാൽ ശുകദേവൻ അതിലൊന്നും കണ്ണുടക്കിയില്ല. സ്വർണ്ണക്കട്ടിലിരുന്നപ്പോഴും തെരുവിലിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ശാന്തി ഒന്നുപോലെയായിരുന്നു. അപ്പം ജനകരാജാവ് ശുകദേവന്റെ കയ്യിൽ വക്കോളം എണ്ണ നിറഞ്ഞ ഒരു പാത്രം കൊടുത്തിട്ട് പറയുന്നത്, ശുകദേവ, നീ എണ്ണപാത്രവുമായി എൻ്റെ കൊട്ടാരത്തിലെ ആഡംബരങ്ങളും നൃത്തങ്ങളും കണ്ട് ഒരു വട്ടം ചുറ്റി വരണം. എന്നാൽ ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും താഴെ പോകരുത്. അപ്പം മുൻപ് നാരദ മഹർഷിയുടെ കഥയിൽ ഭഗവാൻ നൽകിയ അതേ പരീക്ഷ. ശുകദേവൻ ആ പാത്രവുമായി കൊട്ടാരം മുഴുവൻ ചുറ്റി നടന്നു. വഴിയിലുടനീളം നർത്തകിമാരും വിനോദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ശുകദേവൻ വിജയകരമായിട്ട് തിരിച്ചെത്തി. രാജാവ് ചോദിക്കും, ശുകദേവ, നീ വഴിയിൽ കണ്ട നർത്തകിമാരുടെ നൃത്തം എങ്ങനെയുണ്ടായിരുന്നു? ശുകദേവൻ തികച്ചും ശാന്തനായിട്ട് പറയും, രാജാവേ, ഞാൻ എൻ്റെ ഉള്ളിലെ ആത്മാവിൽ ഭഗവാനില് പരമാത്മാവിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുറമേ ഉള്ള നൃത്തമോ സുഖങ്ങളോ എൻ്റെ മനസ്സിനെ സ്പർശിച്ചതേയില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരുന്നു? എൻ്റെ ലക്ഷ്യത്തിലായിരുന്നു. അപ്പം ജനകരാജാവ് ശുകദേവ മഹർഷിയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ മഹർഷേ, അങ്ങേക്കിനി ഈ ലോകത്തിൽ ഒരു നിയമവും ബാധകമല്ല. എല്ലാ കടമകൾക്കും അപ്പുറം ഭഗവാനിൽ ആ ഒരു സമാധിസ്ഥനായി കഴിഞ്ഞു. ഭഗവാനുമായിട്ടുള്ളൊരു യോഗമുണ്ടായി കഴിഞ്ഞ, ബന്ധമുണ്ടായി കഴിഞ്ഞ വ്യക്തിയാണ്. ബാഹ്യമായ യാതൊരു മോഹങ്ങൾക്കും അങ്ങയെ തളച്ചിടാൻ കഴിയില്ല. അങ്ങാണ് യഥാർത്ഥ ആത്മതൃപ്തൻ എന്ന് പറയുന്നത്. അപ്പം ഈ കഥയിലെ ശുകദേവ മഹർഷിയെ പോലെയാണ് പൂർണ്ണമായും കൃഷ്ണാവബോധമുള്ള ഒരു ശാന്തൻ അഥവാ ഭക്തൻ. അവർക്ക് ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങളോട് യാതൊരു ആകർഷണവും ഉണ്ടാകില്ല. കാരണം അവർക്ക് ഭഗവാനിൽ നിന്നുള്ള പരമാനന്ദം ലഭിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഉദാത്തമായ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിക്ക് വേദങ്ങളിലെ കഠിനമായ യാഗങ്ങളോ പിന്നെയോ പ്രത്യേക കടമകളോ ചെയ്യേണ്ടതില്ല. അവരുടെ ജീവിതം ഭഗവാന്റെ കൃപയാൽ എങ്ങനെയാണ്? സ്വയം പ്രകാശമാനമായിരിക്കും. എങ്ങനെ? ആത്മാരാമന്മാര്, എപ്പോഴും ഭഗവാന്റെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നവര്, ഈ ഒരു മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? അവരുടെ ജീവിതം ഭഗവാന്റെ കൃപയാൽ സ്വയം പ്രകാശമാനമായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഹരേ കൃഷ്ണ.